ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടുതെക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കാറിൽ സുധീഷിനെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പുറത്തേക്ക് വരികയാണ് അരുണും രാജീവും. ഗുണ്ടകളെല്ലാവരും അവരുടെ അരികിലേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ് സുധീഷ്. അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. ഗുണ്ടകൾ രാജീവിന്റെ അരുണിന്റെ അരികിലേക്ക് വരുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നത്? അകത്തിരിക്കുന്നവന് സംശയം ഉണ്ടാക്കാനോ? ഗുണ്ടകളിൽ ഒരാൾ പറയുന്നു, സർ, അവൻ എവിടാണെന്ന് പോലും അറിയില്ല. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവനെ കെട്ടിയിട്ടിരിക്കുക. ബഹളം വയ്ക്കാതിരിക്കാൻ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കേട്ട് തലയാട്ടി രാജീവ് പറയുന്നു, ആ ഗോൾഡും ക്യാഷും ഒക്കെ എവിടെ? ഇത് കേട്ട് ഗുണ്ടകളിൽ ഒരാൾ അകത്തേക്ക് പോവുകയാണ്. സുധീഷ് അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് ക്യാഷും ഗോൾഡുമായി സ്കൂട്ടറിൽ പോയ ആ രണ്ടുപേരെ. സുധീഷ് ബഹളം വയ്ക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആരും സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. ഗോൾഡും ക്യാഷും ഉണ്ടായിരുന്ന ആ ബാഗ് അവരുടെ കയ്യിലിരിക്കുന്നത് സുധീഷ് കാണുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവന്മാരല്ലേ കാശും സ്വർണവും അടിച്ചോണ്ട് പോയത്? ഇവന്മാരെല്ലാം ഒരൊറ്റ ടീമാ. എന്തിനായിരിക്കും രണ്ടുപേര് വന്ന് സ്വർണവും പണവും എടുത്തുകൊണ്ട് ഓടിപ്പോയത്? ഇവരെന്തിനാ എന്നെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ ചുറ്റും എന്തൊക്കെയാ നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആ ഗോൾഡും ക്യാഷും അരുണിനെയും രാജീവിനെയും ഏൽപ്പിക്കുകയാണ് അവർ. എല്ലാം കറക്റ്റ് ആണോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അവരിൽ ഒരാൾ പറയുന്നു, കറക്റ്റ് ആണ് സർ. രാജീവ് സാറിന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കിക്കോ. രാജീവ് പറയുന്നു, അവര് പറയുന്നത് ശരിയായിരിക്കും. എനിക്ക് ഇവരെ പറ്റി അറിയില്ലേ. നീ അതെല്ലാം കാറിൽ വെച്ചിട്ട് വാ. അങ്ങനെ കുറച്ച് പണം എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് രാജീവ്. നന്നായിട്ട് ജോലി തീർത്താൽ നിങ്ങൾക്കിനിയും കൈ നിറയെ പണം ഞാൻ തരുമെന്ന് രാജീവ് പറയുകയാണ്. ക്യാഷും ഗോൾഡുമുള്ള ബാഗ് കാറിലേക്ക് കൊണ്ടുവയ്ക്കുന്ന അരുൺ ഓർക്കുകയാണ് സുധീഷിന്റെയും നിധിയുടെയും കല്യാണം കഴിഞ്ഞ ദിവസം കിളിക്കൂട്ടിലേക്ക് ചെന്നതും പ്രശ്നം ഉണ്ടാക്കിയതും സുധീഷും സുഭാഷും അനിയന്മാരും അരുണിനെയും ഗുണ്ടകളെയും തല്ലിയതുമല്ല. അവൻ ഇവിടെ ഉള്ളത് ആരും അറിയരുതെന്ന് രാജീവ് ഗുണ്ടകളോട് പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി അരുൺ അവിടേക്ക് വരികയാണ്. രാജീവ് ചോദിക്കുന്നു, എന്താടാ? അരുൺ പറയുന്നു, അച്ഛാ, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. രാജീവ് ചോദിക്കുന്നു, എന്തിന്? നമ്മളാണ് അവനെ ചതിച്ച് തട്ടിക്കൊണ്ടുവന്നെന്ന് പറയാനായിട്ട് പോവുകയാണോ? ഇത് കേട്ട് അരുൺ പറയുകയാണ്, അച്ഛാ, ഞാൻ എന്തിനാ അതൊക്കെ അവനോട് പറയുന്നത്? നമ്മളാണ് അവനെ തട്ടിക്കൊണ്ടുവന്നതെന്ന് അവൻ ചാവുന്നത് വരെ അറിയില്ല. ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാച്ചാ? ഇവിടെ വെച്ച അവന്റെ അവസാനമാണ്. ഇത് കേട്ട് രാജീവ് പറയുന്നു, അവനെ കൊല്ലണം. പക്ഷെ അതിനു പറ്റിയ സ്ഥലവും സമയവും ഇതല്ല. ആദ്യം നിധി നമ്മൾ പറയുന്നത് വിശ്വസിക്കട്ടെ. ഇവനെ ഇനി അവൾക്ക് വേണ്ടാന്ന് പറയട്ടെ. അതിനുശേഷം ഇവനെ ഇവിടുന്ന് മാറ്റിയിട്ട് അവിടെ വെച്ച് അവനെ ഇല്ലാതാക്കാം. ഇവിടെ വെച്ച് അവനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടും. അവനെ എപ്പോ എവിടേക്ക് മാറ്റണമെന്ന് ഞാൻ പറയും. അതുവരെ അവൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. അരുൺ പറയുന്നു, ശരി അച്ഛാ, പക്ഷേ ഒരു പ്രാവശ്യം ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഞാനാണ് അവന്റെ അരികിൽ ചെന്നതെന്ന് അവൻ ഒരിക്കലും അറിയില്ല. അവൻ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു അച്ഛാ. അവൻ എനിക്ക് മറുപടി കൊടുത്തേ പറ്റൂ. ഇത് കേട്ട് രാജീവ് പറയുന്നു, ശരി, ഒരു കാരണവശാലും അവൻ ഒരു സംശയം ഉണ്ടാക്കരുത്. ഞാൻ കാറിലിരിക്കാം, നീ പോയിട്ട് വാ. തുടർന്ന് പുറത്തിരിക്കുന്ന ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, അയാൾ ഇവിടെ വന്ന് താമസിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ ഒരു ആപത്ത് വരാൻ പോവുകയാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ടെൻഷനോടുകൂടി അകത്ത് നിൽക്കുന്ന ഹരീഷ് ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷിന് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ഭയന്ന് നികേഷ് കരയുമ്പോൾ നികേഷിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സുഭാഷ് പറയുകയാണ്, നികേഷ്, നീ കരയാതെ, അവനൊന്നും പറ്റില്ല. ഹരീഷ് ചോദിക്കുന്നു, എടാ നികേഷ്, നീ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? ഒന്നും പറ്റില്ല, ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുകയാണ്, എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബത്തിലുള്ള ഒരുത്തനും ജീവനോടെ ഉണ്ടാകില്ല. ഒന്ന് ആലോചിച്ച് ഹരീഷ് ചോദിക്കുന്നു, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നാൽ എങ്ങനെയാണ് സുഭാഷ് ഏട്ടാ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ? സമയം പോകുന്തോറും അവര് സുധീഷ് ഏട്ടനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോടാ, നമ്മളിപ്പം എന്താ ചെയ്യുക? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, നമുക്ക് നേരെ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് തന്നെ പോകാം. എന്നിട്ട് അവരോട് സുധീഷ് ഏട്ടൻ എവിടെയാണെന്ന് ചോദിക്കാം. അവര് സുധീഷിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നിധിക്ക് പ്രശ്നമാകില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, അപ്പം സുധീഷ് ഏട്ടൻ മോഷ്ടിച്ചെന്നാണോ സുഭാഷ് ഏട്ടൻ പറയുന്നത്? സുഭാഷ് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലടാ. വേറെ ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ച് നിധിയുടെ അച്ഛനോട് ചെന്ന് ചോദിച്ചാൽ അത് വലിയ പ്രശ്നമാകില്ലേ? ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന് ഭാസ്കരൻ പറയുന്നു, എടാ, അയാള് തന്നെയാടാ ഇതിന്റെ പിന്നില്. അയാള് നല്ലവനല്ല. അവൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, നമ്മൾ എന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? അയാള് സുധീഷ് ഏട്ടനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കാദ്യം തക്കലയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ശരിയടാ, പോകാന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെയും കൂടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാനും വരുന്നു. നികേഷ്, നീ ഇവിടെ ഇരിക്ക്, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, എനിക്കിവിടെ ഇരിക്കാൻ കഴിയില്ല സുഭാഷ് ഏട്ടാ. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരരുതെന്ന് പറയല്ലേ. സുധീഷ് ഏട്ടൻ എന്ത് പറ്റിയെന്നറിയാതെ ഞാൻ എങ്ങനെ സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കുക? ഞാനും വരും. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അവനും വരട്ടെ. ശരി, വാട പോകാന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെയും നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, എടാ, ഞാനും വരുന്നു. ഭാസ്കരനെ തുടങ്ങി സുഭാഷ് പറയുകയാണ്, അച്ഛൻ വരണ്ട, അച്ഛൻ വീട് നോക്കിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നികേഷും സുഭാഷും ഒരു ഓട്ടോയിൽ കയറി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക്
ഫോണിലേക്ക് പോവുകയാണ്. ഹരീഷ് ബൈക്കിൽ അവരുടെ പിന്നാലെ പോകുന്നു. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ദേഷ്യത്തോടുകൂടി നീതുവിന്റെ കോള് കട്ട് ചെയ്യുകയാണ് ഹരീഷ്. നീതു ടെൻഷനോടുകൂടി ഇരിക്കുന്നു. തുടർന്ന് മുഖം മറിച്ച് മാസ്ക് ഒക്കെ വെച്ച് റെയിൻകോട്ട് ഒക്കെ ഇട്ട് ആളെ തിരിച്ചറിയാത്ത രീതിയിൽ അരുൺ ഗുണ്ടകളുടെ ഒപ്പം കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് വരികയാണ്. സുധീഷ് സംശയത്തോടുകൂടി അരുണിനെ നോക്കുമ്പോൾ അരുൺ സുധീഷിനെ തല്ലുകയാണ്. ഗുണ്ടകളിൽ ഒരാൾ വായിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റുന്നു. സുധീഷ് ചോദിക്കുന്നു, ആരാടാ നീ? എന്തിനാ നീ എന്നെ തല്ലുന്നത്? ഒരു തടിക്കഷ്ണം എടുത്ത് ദേഷ്യത്തോടുകൂടി സുധീഷിനെ തല്ലുകയാണ് അരുൺ. തുടർന്ന് സുധീഷ് പറയുന്നു, എന്തിനാടാ നീ എന്നെ തല്ലിയത്? നിങ്ങൾ എല്ലാവരും ഒരേ ടീമാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വർണവും പണവും എടുത്തവരും എന്നെ കടത്തിക്കൊണ്ട് വന്നതുമെല്ലാം ഒരേ ടീമല്ലേ? നോക്ക്, എന്നെ വിശ്വസിച്ച് അത്രയും സ്വർണവും പണവും എല്ലാം തന്നുവിട്ടതാണ് അവർ. എനിക്കത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ദയവ് ചെയ്ത് എന്റെ ജീവിതത്തിൽ കയറി കളിക്കരുത്. നിങ്ങളെടുത്ത പണവും സ്വർണവും എല്ലാം എനിക്ക് തിരിച്ചു വേണം. ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. നിങ്ങൾക്കാർക്കും എന്നെ പറ്റി അറിയില്ല. മര്യാദയ്ക്ക് ആ സ്വർണവും പണവും തിരിച്ചുതാ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി അരുൺ വീണ്ടും വീണ്ടും സുധീഷിനെ തല്ലുകയാണ്. തല്ലുകൊണ്ട് വളരെ ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, നീ ഒരാണാണോടാ? നീ ഒരാണാണെങ്കിൽ കെട്ടഴിച്ചു വിട്ടിട്ട് തല്ലടാ. ഇത് കേട്ട് അരുൺ വീണ്ടും സുധീഷിനെ തല്ലുകയാണ്. സുധീഷ് പറയുന്നു, അടിക്കാതടാ. വേദന സഹിക്കാനാകാതെ സുധീഷ് ഉറക്ക കരയുമ്പോൾ ആ തടിക്കഷ്ണം വലിച്ചെറിഞ്ഞ് ഗുണ്ടകളെ ഒന്ന് നോക്കിയിട്ട് അരുൺ അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ ഗുണ്ടകളും പോകുന്നു. സംശയത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവൻ ആരാ? എന്തിനാ ഇവൻ എന്നെ ഇങ്ങനെ തല്ലിയത്? ഇതൊന്നും പണത്തിനു വേണ്ടിയോ സ്വർണത്തിനു വേണ്ടിയോ അല്ല, മറ്റെന്തോ ലക്ഷ്യമുണ്ട് അവർക്ക്. അങ്ങനെ സുധീഷ് ഓർക്കുകയാണ് രാജീവ് തന്നെ വെല്ലുവിളിച്ചത് 7 ദിവസത്തിനുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് പറഞ്ഞത്. അരുണും രാജീവും സുധീഷിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇതെല്ലാം നിധിയുടെ അച്ഛന്റെ പണിയായിരിക്കുമോ? എന്നെ ട്രാപ്പ് ചെയ്ത് ഞാനാണ് ആ പണവും സ്വർണവും മോഷ്ടിച്ചതെന്ന് നിധിയുടെ മുന്നിൽ വരുത്തി തീർക്കാനായിരിക്കുമോ അയാൾ എന്നെ കടത്തിക്കൊണ്ടുവന്നത്? ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സുധീഷ്. തുടർന്ന് ബൈക്കിൽ ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ പിന്നാലെ ഓട്ടോയിൽ വരികയാണ് സുഭാഷും നികേഷും. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. സുഭാഷ് ചോദിക്കുന്നു, ആരാടാ ഫോണില്? കസ്റ്റമർ ആണെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, കസ്റ്റമർ എന്തിനാണ് ഈ സമയത്ത് വിളിക്കുന്നത്? ഒരുപാട് രാത്രിയായില്ലേ? ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, അത് റെഗുലർ കസ്റ്റമർ ആണ്. രാത്രിയും പകലും ഒന്നുമില്ല അയാൾക്ക്. സുഭാഷ് ഏട്ടൻ ബൈക്കും എടുത്ത് നികേഷിനെയും കൂട്ടി പൊയ്ക്കോ. അകത്ത് വേറെ വണ്ടിയുണ്ട്, ഞാൻ അതും എടുത്ത് പിന്നാലെ വരാം. സുഭാഷ് ഏട്ടൻ അവിടെ വരെ വണ്ടി ഓടിക്കുമല്ലോ അല്ലെ? സുഭാഷ് പറയുകയാണ്, അതൊക്കെ ഞാൻ ഓടിച്ചോളാം, നീ പെട്ടെന്ന് വാ. അങ്ങനെ സുഭാഷ് ബൈക്കിലേക്ക് കയറുമ്പോൾ പിന്നിലേക്ക് കയറുകയാണ് നികേഷ്. അവരവിടെ നിന്ന് പോയതിനു ശേഷം കട തുറന്ന് ബൈക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് കട അടയ്ക്കുകയാണ് ഹരീഷ്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്ക് പേടിയാകുന്നു. സുഭാഷ് പറയുന്നു, നികേഷ് നീ പേടിക്കണ്ട, സുധീഷിനൊന്നും പറ്റില്ല. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉറപ്പായും അവനെയും കൂട്ടിക്കൊണ്ടേ വരും. ഹരീഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സുഭാഷിന്റെയും നികേഷിന്റെയും പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇവള് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടുകൂടി കോള് കട്ട് ചെയ്ത് വിടുകയാണ് ഹരീഷ്. നീതു ദേഷ്യത്തോടുകൂടി വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, എടി നിനക്ക് എന്താടി വേണ്ടത് ഇപ്പോൾ? നീ എന്തിനാ പിന്നെയും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീതു ചോദിക്കുന്നു, നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാത്തത്? ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാമെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ്, പിന്നെന്താ പറഞ്ഞാൽ എപ്പം? ദേഷ്യത്തോടുകൂടി ഹരീഷ് പറയുന്നു, രാവിലെ വിളിക്കാം. അപ്പോൾ നീതു ചോദിക്കുന്നു, എന്തിന്? ഇപ്പൊ ഫോൺ എടുത്തല്ലോ, ഇപ്പൊ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? രാവിലെ സംസാരിക്കാമെന്നല്ലേടി നിന്നോട് പറഞ്ഞതെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ്, ഇപ്പൊ സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? ദേഷ്യത്തോടുകൂടി ഹരീഷ് പറയുന്നു, ചി ഫോൺ വെക്കടി, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാകാത്തത്? അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നിന്നെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ് നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, എന്തിനാ നീ വീണ്ടും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീതു ചോദിക്കുന്നു, അപ്പൊ നീ എന്നോട് സംസാരിക്കില്ലേ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? പുറത്താണെന്ന് തോന്നുന്നല്ലോ, വണ്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് നീ എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക? ഓ, കള്ളു കുടിക്കാൻ പോയതാണോ? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഫോൺ വെക്കടി, വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വിളിച്ചിരിക്കുക. അങ്ങനെ ഹരീഷ് കോള് കട്ട് ചെയ്യുകയാണ്. നീതു വളരെ ദേഷ്യത്തോടുകൂടി ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയുന്നു. ഹരീഷ് വളരെ വേഗത്തിൽ സുഭാഷിന്റെയും നികേഷിന്റെയും ബൈക്കിന്റെ പിന്നാലെ പോവുകയാണ്. ഈ സമയമെല്ലാം ടെൻഷനോടുകൂടി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കാനായി ശ്രമിക്കുകയാണ് നിധി. തുടർന്ന് സുഭാഷിന്റെയും നികേഷിന്റെയും ബൈക്കിന്റെ ഒപ്പം എത്തുകയാണ് ഹരീഷും. അവർ വളരെ വേഗത്തിൽ തക്കലയിലേക്ക് പോവുകയാണ്. തുടർന്ന് കണ്ടു നിറഞ്ഞിരിക്കുന്ന ഹേമയുടെ അരികിലേക്ക് പാലുമായി വരികയാണ് സാന്ദ്ര. നിധിയും അവിടേക്ക് വരുന്നു. അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, ഈ പാലെങ്കിലും കുടിക്കുന്ന സാന്ദ്ര പറയുമ്പോൾ ഹേമ പറയുകയാണ്, വേണ്ട സാന്ദ്രെ, എനിക്ക് എന്റെ മകള് കാരണം സമാധാനം പോയി. ഞങ്ങൾ ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോകുന്നെങ്കിൽ മരിച്ചു പോട്ടെ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്ന് സാന്ദ്ര പറയുമ്പോൾ രാജീവും അരുണും വളരെ ദേഷ്യത്തോടുകൂടി വീട്ടിലേക്ക് വരികയാണ്. ആകാംക്ഷയോടുകൂടി നിധി അവരുടെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ് തട്ടിക്കളയുകയാണ് രാജീവ്. ഇത് കണ്ട് ഭയത്തോടുകൂടി എന്ത് പറ്റി വെച്ചാന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ ചോദിക്കുകയാണ്, അരുണെ എന്താടാ പറ്റിയത്? എന്താ നിന്റെ അച്ഛൻ ഇത്രയും ടെൻഷനായിട്ട് നിൽക്കുന്നത്? നിധി ചോദിക്കുന്നു, അച്ഛാ സുധീഷിനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? സുധീഷിന് എന്തെങ്കിലും ആപത്തുണ്ടായോ? എന്താ അച്ഛാ പ്രശ്നം? ദേഷ്യത്തോടുകൂടി
ഉറക്കെ രാജീവ് പറയുന്നു, അവനല്ല പ്രശ്നം, അവൻ കാരണം എനിക്കാണ് പ്രശ്നം. അവൻ പോയി നിധി, ആ സ്വർണവും പണവുമായി അവൻ കടന്നു കളഞ്ഞു. ഇനി അവൻ തിരിച്ചു വരില്ല. ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയുമോ, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മോഷണമാണ് അവന്റെ കുടുംബത്തിന്റെ തൊഴിൽ. കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ക്ലീൻ ആയിട്ട് എസ്കേപ്പ് ആയി അവൻ. ഹേമ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അസുഖങ്ങളൊക്കെ ഉള്ളതാ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മോളെ അവൻ എന്റെ അടുത്തുനിന്ന് പിരിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും അവൻ അടിച്ചുകൊണ്ട് പോയി. ഇനി എനിക്ക് പോകാൻ എന്താ ഉള്ളത്? എന്റെ ഈ ജീവൻ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അതും പോട്ടെ. അങ്ങനെ രാജീവ് താഴേക്ക് വീഴാനായി തുടങ്ങുമ്പോൾ അയ്യോ അച്ഛാന്ന് വിളിച്ച് താങ്ങി പിടിക്കുകയാണ് അരുൺ. രാജീവേട്ടാന്ന് വിളിച്ച് അരികിലെ കൂടി വന്ന ഹേമ പറയുന്നു, സാന്ദ്രെ മോളെ വെള്ളം എടുത്തോണ്ട് വാ. തളർന്നു നിൽക്കുന്ന രാജീവിനെ താങ്ങി പിടിച്ച് സോഫയിലേക്ക് ഇരുത്തുകയാണ് അരുണും ഹേമയും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നതെന്ന് ഹേമ ചോദിക്കുമ്പോൾ സാന്ദ്ര വെള്ളവുമായി അവിടേക്ക് ഓടി വരികയാണ്. രാജീവേട്ട ഇത് കുടിക്കെന്ന് പറഞ്ഞ് രാജീവിന് വെള്ളം പിടിച്ചു കൊടുക്കുകയാണ് ഹേമ. ഇതെല്ലാം കണ്ട് നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സാന്ദ്ര ചോദിക്കുകയാണ്, അരുണേട്ടാ GPS ഉള്ളതല്ലേ? അവസാനമായിട്ട് വണ്ടി എവിടെയാ നിർത്തിയെന്ന് വെച്ചാൽ അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ലേ സുധീഷിനെ? അരുൺ പറയുകയാണ്, സാന്ദ്രെ നീ ചിന്തിച്ചത് ഞാൻ ചിന്തിക്കില്ലേ? അവിടെല്ലാം ഞങ്ങൾ ചെന്ന് നോക്കി, ഒരു തെളിവും ഇല്ല. അവിടെ തെരുവെല്ലാം അലങ്ങി തിരിഞ്ഞത് മാത്രമാണ് മിച്ചം. എല്ലായിടത്തും നമ്മുടെ ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്രയൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് എസ്കേപ്പ് ആയവൻ അങ്ങനെയൊന്നും പുറത്തു വരില്ല. നമ്മളാണ് അവനെ വിശ്വസിച്ച് ചതിക്കപ്പെട്ടത്. അപ്പോൾ ഹേമ പറയുകയാണ്, കേട്ടോടി അരുൺ പറയുന്നത്, ഇനി നീ പറ അവൻ കള്ളനല്ലെന്ന്. അവൻ സത്യസന്ധനാണെന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നതല്ലേ? ഇനി നീ പറ അവൻ മോഷ്ടിച്ചിട്ടില്ലെന്ന്. നിധി കണ്ണു നിറങ്ങി കുനിങ്ങി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു, നീ ഇപ്പോഴും അവനെ വിശ്വസിക്കുന്നത് കണ്ട് ഒരുപക്ഷെ ഞാനാണോ അവനെ തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ച് ഒരു 10% വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു മോളെ. ഇപ്പൊ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ലവനായിട്ട് അഭിനയിച്ച് ഞങ്ങളെ ഇങ്ങനെ ചതിച്ചില്ലേ അവൻ? അപ്പൊ അവൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞ് ചതിച്ചിട്ടുണ്ടാകും? വേണ്ട മോളെ, ഇനി അവൻ നിന്റെ ജീവിതത്തിൽ വേണ്ട. അവൻ കാരണം എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടമായി. ഞാൻ പണം വീണ്ടും സമ്പാദിക്കും. പക്ഷെ എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ പറ്റില്ല. അവന്റെ കൂടെ ജീവിച്ച ജീവിതം നീ അങ്ങ് മറക്കും മോളെ. ഇങ്ങനെയൊരു മോശപ്പെട്ട കുടുംബത്തിലാണല്ലോ നീ ഇത്രയും നാളും ജീവിച്ചത്. ഇനി ആ വീട്ടിലേക്ക് പോകാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഭാഗ്യത്തിന് ഞാൻ നിന്നെ അന്വേഷിച്ച അവിടെ വന്നത്. ഇല്ലെങ്കിൽ അവൻ നിന്നെ വെച്ച് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഭാഗ്യത്തിനാ മോളെ നീ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ക്യാഷും സ്വർണവും ഒക്കെ പോകുന്നെങ്കിൽ പോട്ടെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും നിന്റെ അമ്മയും എന്ത് ചെയ്യുമായിരുന്നു? പറ. വേണ്ട, ആ ജീവിതം ഇനി നിനക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് നീയും അവനുമായുള്ള ഡിവോഴ്സ് നടക്കണം. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു തരും. ഇവിടെ താമസിച്ചുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ജോലിക്ക് പോണോ? നീ ജോലിക്ക് വെക്കോ? അതോ അച്ഛന്റെയും ചേട്ടന്റെയും ഒപ്പം ബിസിനസ് ചെയ്യണോ? നിനക്ക് ബിസിനസ് ചെയ്യാം, അതൊക്കെ നിന്റെ ഇഷ്ടമാ. പക്ഷെ എന്ത് ചെയ്താലും ഇവിടെ താമസിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ രാജീവ് അകത്തേക്ക് പോവുകയാണ്. അവിടെ അരുൺ പറയുകയാണ്, നിധി ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ നീ തന്നെയാണ് ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. അതിപ്പോ നമ്മളെ എവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് കണ്ടോ? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ നിധി, അച്ഛൻ എന്ത് ചെയ്താലും നമ്മുടെ നല്ലതിനു വേണ്ടിയാ ചെയ്യുക. ഇനി നീ അവനെ വിശ്വസിച്ചോണ്ടിരിക്കരുത്. സാന്ദ്രെ പറഞ്ഞു മനസ്സിലാക്കണം. അമ്മേ നിധിയെ നോക്കിക്കോണം. അങ്ങനെ അരുൺ പതിയെ അകത്തേക്ക് പോവുകയാണ്. നിധിയുടെ കയ്യിൽ പിടിച്ച് സാന്ദ്ര പറയുകയാണ്, നിധി അച്ഛൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുകയുള്ളൂ. അപ്പോൾ ഹേമ പറയുകയാണ്, മോളെ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? അവൻ കള്ളനാടി, ചതിയനാ. അങ്ങനെ സുധീഷ് കടന്നു കളഞ്ഞതാണെന്ന് നിധിയെ വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ഹേമ. എല്ലാം കേട്ട് സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് നിധി. തുടർന്ന് ബൈക്കിൽ സുഭാഷും നികേഷും ഹരീഷും തക്കലയിലേക്ക് വരികയാണ്. ജംഗ്ഷനിലേക്ക് ബൈക്ക് ഒതുക്കി നിർത്തി സുഭാഷ് പറയുകയാണ്, തക്കല എത്തി, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഹരീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ സുധീഷ് ചേട്ടൻ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എവിടെ പോയാ നമ്മൾ അന്വേഷിക്കുക? നമുക്ക് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിധിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ അവര് സുധീഷിനെ കള്ളനാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അവിടേക്ക് ചെന്നാൽ പ്രശ്നം വഷളാകുകയുള്ളൂ. ഇത്രയും ദൂരം വന്ന് നമ്മുടെ സുധീഷിനെ അന്വേഷിക്കാതെ അവിടെ പോയി ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ അയാളാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അയാൾ തന്നെ ആയിരിക്കും സുധീഷ് ചേട്ടനെ തട്ടിക്കൊണ്ടു പോയത്. വീട്ടിലേക്ക് ചെന്ന് അയാൾക്കിട്ട് 4 എണ്ണം കൊടുത്താൽ സത്യം പുറത്തു വരും. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, തെളിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹരീഷ്. ഇത് നമ്മുടെ സുധീഷിന്റെ ജീവിതമല്ലേ? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ സമയം പോകുന്തോറും സുധീഷൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ് എനിക്ക്. അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഉടനെ തീരുമാനിക്കണം. നമുക്ക് ഏട്ടത്തിയെ ഫോണിൽ വിളിച്ച് സുധീഷ് ഏട്ടൻ ഏത് വഴിക്കാ പോയെന്ന് ചോദിക്കാം. നമുക്ക് ആ വഴി പോയി അന്വേഷിക്കാം. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഇവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ശരിയാ സുഭാഷ് ഏട്ടാ, ആ വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് കാണുമല്ലോ. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സുഭാഷ് പറയുകയാണ്, ഹരീഷ് ഫോൺ എടുക്കടാ, നിധിയായിരിക്കും. സുധീഷ് വീട്ടിലേക്ക് വന്നോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാ, അതോ ഇനിയും സുധീഷ് അവിടെ എത്തിയിട്ട് വിളിക്കുന്നതാണോന്നും അറിയില്ല. അവൾ ഹരീഷ് പറയുകയാണ്, ഇത് ഏട്ടത്തിയല്ല വേറെ ഒരാളാ, ഞാൻ സംസാരിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിന്ന്
ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, എടി നിനക്ക് എന്താ വേണ്ടത്? നീതു പറയുകയാണ്, എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ? സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഫോണിൽ വിളിക്കുന്നത്. ഫോൺ എടുത്ത് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ നിനക്ക് സമയമുണ്ടല്ലോ, പിന്നെ സംസാരിക്കാൻ എന്താ സമയമില്ലാത്തത്? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, എടി സമയം 1 മണിയാകുന്നു, നിനക്ക് ഉറക്കമില്ലേ? അപ്പോൾ നീതു പറയുകയാണ്, ഫോൺ എടുത്ത് സമാധാനമായിട്ട് എന്നോട് സംസാരിച്ചാലല്ലേ എനിക്ക് ഉറക്കം വരൂ. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ ഫോൺ വെക്കുന്നത്, പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങുക? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുകയാണ്, എത്ര നാളായിട്ട് നിനക്ക് എന്നെ അറിയാം? നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എല്ലാ ദിവസവും എന്നോട് സംസാരിച്ചിട്ടാ നീ ഉറങ്ങുന്നതെന്ന്. കണ്ടു നിറങ്ങിയ നീതു പറയുകയാണ്, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അപ്പൊ ഹരീഷ് പറയുന്നു, ഞാൻ നിന്നെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, ഈ ടെൻഷന്റെ ഇടയിൽ നീ എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നത്? കരഞ്ഞുകൊണ്ട് നീതു പറയുകയാണ്, മനസ്സിലായി, എനിക്ക് നന്നായി മനസ്സിലായി. സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയില്ല, അതിനുള്ളിൽ നിനക്ക് എന്നോട് സംസാരിച്ച് ബോറടിച്ചു അല്ലേ? ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുകയാണ്, നീ എന്റെ ക്ഷമയെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു വലിയ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുക. സംശയത്തോടു കൂടി ഹരീഷിനെ ശ്രദ്ധിക്കുകയാണ് സുഭാഷും നികേഷും. അത്ര വലിയ ടെൻഷൻ എന്താണെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല, ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. കരഞ്ഞുകൊണ്ട് നീതു പറയുകയാണ്, ഇപ്പൊ നീ ഫോൺ വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും നിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. സുഭാഷിനെ നികേഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഹരീഷ് ചോദിക്കുകയാണ്, നിനക്കിപ്പോ എന്താടി വേണ്ടത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നീതു ചോദിക്കുന്നു, ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിനക്ക് ടോർച്ചർ ആണല്ലേ? അന്നൊരു ദിവസം രാത്രി 3 മണി വരെ നീ എന്നോട് സംസാരിച്ചില്ലേ? എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് പോലും കുറച്ചു നേരം കൂടി സംസാരിക്കാന്ന് പറഞ്ഞ് നീ എന്നോട് സംസാരിച്ചിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാതായല്ലോ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുകയാണ്, എന്തിനാടി നീ ഇങ്ങനെ ചെയ്യുന്നത്? പറഞ്ഞല്ലേ ഞാനൊരു ടെൻഷനിലാണെന്ന്. ഇത് കേട്ട് നീതു പറയുകയാണ്, നീ കള്ളം പറയുക, നീ വീട്ടിലില്ല, വേറെ എവിടെയോ ആണ്. ഞാൻ നിന്നെ പറ്റി വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു. നീ ആരുടെ കൂടെയോ നാട് ചുറ്റുക. സത്യം പറ, ആരാ നിന്റെ കൂടെ ഉള്ളത്? ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഫോൺ റോഡിലേക്ക് വലിച്ചെറിയുകയാണ് ഹരീഷ്. ഹലോ എന്ന് പറഞ്ഞ നീതു ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഹരീഷ് എന്ത് പറ്റിയെന്ന് ചോദിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് സുഭാഷും നികേഷും. നികേഷ് ഫോൺ എടുത്ത് നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാടാ നീ ഫോൺ വലിച്ചെറിഞ്ഞത്? സുഭാഷിന്റെ ഫോൺ ഓഫ് ആയി പോയെന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, ഹരീഷ് ആരായിരുന്നടാ ഫോണില്? ഹരീഷ് പറയുന്നു, അതൊരു കസ്റ്റമർ ആയിരുന്നു സുഭാഷേട്ടാ, സിറ്റുവേഷൻ മനസ്സിലാക്കാതെ വിളിച്ച് ശല്യം ചെയ്യുക. സുഭാഷ് ചോദിക്കുന്നു, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഫോൺ എന്തിനാ വലിച്ചെറിഞ്ഞത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, വീട് സുഭാഷേട്ടാ, നമുക്ക് പിന്നെ ആ കാര്യം നോക്കാം. ഈ ഫോൺ ഓൺ ആകുന്നില്ലെന്ന് നികേഷ് പറയുമ്പോൾ, അത് സാരമല്ല, നീ വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഹരീഷ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് തളർന്നിരിക്കുന്ന സുധീഷ് ഉറക്കെ പറയുന്നു, കുടിക്കാൻ കുറച്ച് വെള്ളം താടാ, വിശന്നിട്ട് വയ്യടാ. കള്ളു കുടിച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടകളുടെ ഒരാൾ പറയുന്നു, അണ്ടാ വിശന്ന് മരിക്കും അവൻ, നമുക്ക് പോയി ഭക്ഷണം കഴിച്ച ഇവനുള്ള ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാം. സുധീഷ് പറയുന്നു, കുറച്ച് വെള്ളമെങ്കിലും താടാ, വാ പോകാന്ന് പറഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ട ആ ഗുണ്ടകൾ പുറത്തേക്ക് പോവുകയാണ്. ഒരാൾ പോക്കറ്റിൽ നിന്നും ടവൽ എടുക്കുമ്പോൾ ഫോൺ താഴേക്ക് വീഴുന്നു. ഇത് സുധീഷ് കാണുകയും ഗുണ്ടകൾ പുറത്തേക്ക് പോവുകയുമാണ്. സുധീഷ് പതിയെ ആ കസേരയുമായി ഫോണിന്റെ അരികിലേക്ക് വരികയാണ്. ചെരുപ്പൂരിയിട്ട് ഫോൺ എടുക്കാനാകാതെ കാലുകൊണ്ട് ലോക്ക് എടുക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. ദൈവമേ, ഇവൻ ലോക്ക് ചെയ്ത് കാണല്ലേ. അങ്ങനെ കാൽ വിരലുകൊണ്ട് ഫോണിലേക്ക് ടച്ച് ചെയ്യുന്ന സുധീഷ് സന്തോഷത്തോടു കൂടി പറയുന്നു, ഇവൻ ലോക്ക് ചെയ്തിട്ടില്ല, ദൈവമുണ്ട്. അങ്ങനെ ചുറ്റും നോക്കി ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. ഹരീഷിനെ ഫോണിൽ കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ സുധീഷ് പറയുകയാണ്, സ്വിച്ച് ഓഫ്? ഇപ്പോഴെന്തിനാടാ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇനി ആരെയാ കോണ്ടാക്ട് ചെയ്യുക? എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഈ സമയം റോഡ് സൈഡിലേക്ക് ബൈക്ക് നിർത്തി ചുറ്റും നോക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. ചുറ്റും നോക്കിക്കൊണ്ട് സുഭാഷ് പറയുകയാണ്, ഇവിടെ ആരും ഇല്ലടാ നികേഷേ, ഒരുപാട് രാത്രിയായില്ലേ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, എല്ലാവരും ഈ സമയത്ത് ഉറങ്ങുകയായിരിക്കില്ലേ, ആരെങ്കിലും കണ്ട് ചോദിച്ചാലും അറിയില്ലെന്നേ പറയുകയുള്ളൂ. അയാള് പ്ലാൻ ചെയ്ത് സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടു പോയതാ. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുഭാഷ് ഏട്ടനെ തന്നെ വിളിക്കാം. സുഭാഷ് ഏട്ടന്റെ നമ്പർ ഓർമ്മ വരുന്നില്ലല്ലോ. അങ്ങനെ സംശയത്തോടു കൂടി ആലോചിച്ച് സുഭാഷിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് ഡയൽ ചെയ്യുകയാണ് സുധീഷ്. തുടർന്ന് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇത് ശരിയാകില്ല, ഇങ്ങനെ നമ്മള് രാത്രി മുഴുവൻ ചുറ്റി നടന്നാലും ഒരു ക്ലൂ പോലും കിട്ടില്ല. അയാളുടെ വീട്ടിൽ ചെന്ന് അയാൾക്കിട്ട് 4 എണ്ണം പൊട്ടിച്ചിട്ട് സത്യം പറയിപ്പിക്കണം, എങ്കിലേ നമുക്ക് സുധീഷ് ഏട്ടനെ രക്ഷിക്കാൻ പറ്റൂ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഹരീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയാലോ? ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. കോള് കണ്ട് സുഭാഷ് കോള് കട്ട് ചെയ്യുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ആരാ സുഭാഷ് ഏട്ടാ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, അറിയാത്ത ഏതോ നമ്പറാ, ഞാൻ വിചാരിച്ചു സുധീഷ് ആയിരിക്കുമെന്ന്. എടുത്ത് സംസാരിക്കണ്ടായിരുന്നെന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അറിയാത്ത നമ്പർ അല്ലേടാ, വെറുതെ എന്തിനാ? സംശയത്തോടു കൂടി നികേഷ് ചോദിക്കുകയാണ്, എന്താ എല്ലാവർക്കും അർദ്ധരാത്രിക്ക് ഫോൺ വരുന്നത്? വീണ്ടും സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുഭാഷ് ഫോണിലേക്ക് നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ആരാ സുഭാഷ് ഏട്ടാ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, വീണ്ടും ആ നമ്പർ തന്നെയാ. അപ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എടുത്ത് സംസാരിക്ക്. സുഭാഷ് പറയുന്നു, ഇന്ന് സൈറ്റില് ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വന്ന് ജോലി ചെയ്യാതെ ബഹളം
ബഹളം ഉണ്ടാക്കി. അവനെ ഞാൻ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. അവനിപ്പം കള്ളു കുടിച്ചിട്ട് വേറെ വേറെ നമ്പറിൽ നിന്നും വിളിക്കുക. ഇത് അവൻ തന്നെ ആയിരിക്കും. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഇത് അയാളല്ലെങ്കിലോ? സുഭാഷ് ഏട്ടൻ ഫോൺ അറ്റൻഡ് ചെയ്യും. ഇത് കേട്ട് സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്ത ഹലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? സുഭാഷ് വിശ്വസിക്കാനാകാതെ സുധീഷ് വിളിക്കുമ്പോൾ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് ഹരീഷും നികേഷും. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് നീ എവിടാ? നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാവരും ഭയന്നിരിക്കുക. നീ ഇപ്പൊ എവിടെയാ? നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ? ചുറ്റും നോക്കി സുധീഷ് പറയുന്നു, സുഭാഷ് ഇവിടെയുള്ള ഏതോ ഒരുത്തന്റെ ഫോണിൽ നിന്നുവാ ഞാൻ സംസാരിക്കുന്നത്. സ്പീക്കറിലിട്ടിരിക്കുക. സുഭാഷ് വോയിസ് കേട്ട് ആരെങ്കിലും വരും. സുഭാഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് സ്പീക്കറിലിട്ട് ഹരീഷ് പറയുന്നു, സുധീഷ് ഞങ്ങൾ തക്കലയിലുണ്ട്. സുധീഷ് പേടിക്കണ്ട, എവിടെയുണ്ടെന്ന് പറ, ഞങ്ങൾ ഉടനെ വരാം. സുധീഷ് പറയുന്നു, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പതിയെ സംസാരിക്കടാ, പോയവരിപ്പം തിരിച്ചു വരും. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ശരി സുധീഷ് ഇപ്പൊ എവിടെയാ? ഞങ്ങൾ വരാം അങ്ങോട്ട്. അപ്പോൾ സുധീഷ് പറയുകയാണ്, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലടാ. ഇന്ന് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് റൗഡികൾ എന്നെ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു വന്നതാ. ഇത് കേട്ട് അവർ ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കാറിലുണ്ടായിരുന്ന നിധിയുടെ അച്ഛൻ ഏൽപ്പിച്ച സ്വർണവും പണവും എല്ലാം അവർ കൊണ്ടുപോയി. ഇത് ഏതാ സ്ഥലമെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് ഒരു ഇരുമ്പ് ഫാക്ടറി പോലെയുണ്ട്. ഇവിടെ അവരെന്നെ കെട്ടിയിട്ടിരിക്കുക. അവര് പുറത്തു പോയ സമയത്ത് അതിലൊരുത്തന്റെ ഫോണിൽ നിന്നുവാ ഞാൻ സംസാരിക്കുന്നത്. ഇതിയുടെ ഹരീഷ് പറയുകയാണ്, ശരി സുധീഷ് ഏട്ടന് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, എടാ എന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുക. ഞാൻ ഈ ഫോൺ കാലുകൊണ്ട് ഓൺ ചെയ്താ നിങ്ങളെ വിളിച്ചത്. ഹരീഷ് പറയുന്നു, ശരി സുധീഷ് ഏട്ടൻ ദേഷ്യപ്പെടാതെ. അവരെവിടെ വെച്ചാ സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടുപോയത്? അപ്പോൾ സുധീഷ് പറയുന്നു, തക്കലയിൽ വെച്ചാ. അങ്ങനെ ആ സ്ഥലത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തി എന്നെ രക്ഷിക്കണം. അപ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ പേടിക്കണ്ട, ഞങ്ങൾ ഉടനെ അവിടെ എത്തും. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ വണ്ടിയിൽ അവിടേക്ക് വരികയാണ് ഗുണ്ടകൾ. ശബ്ദം കേട്ട് സുധീഷ് പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. കോള് കട്ട് ചെയ്ത് സുധീഷ് ഭയത്തോടു കൂടി ഇരിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, കോള് കട്ടായി. നികേഷ് പറയുന്നു, സുഭാഷ് സുധീഷ് ഏട്ടനുള്ള സ്ഥലം ഏകദേശം നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെയും നികേഷിനെയും കൂട്ടി സുധീഷിനെ രക്ഷിക്കാനായി ആ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്